യേശുവിൽ പ്രിയപ്പെട്ടവരെ, എല്ലായിടത്തും ചുറ്റി സഞ്ചരിച്ച് എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ടാണ് ഈശോ ദൈവരാജ്യം പ്രഘോഷിച്ചത്. അശുദ്ധാത്മാക്കൾ ബാധിച്ച മനുഷ്യർ പലപ്പോഴും ഈശോയ്ക്ക് പ്രതിബന്ധമായി ഈശോയെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടായിരുന്നു. അവരിലുള്ള എല്ലാ അശുദ്ധാത്മാക്കളെയും അവിടുന്ന് പുറത്താക്കി. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈശോയോടൊപ്പമായിരിക്കുവാൻ ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന, മറ്റു മനുഷ്യരിൽ നിന്ന് പോലും നമ്മളെ അകറ്റുന്ന അശുദ്ധാത്മാവ് നമ്മളിലുണ്ട്. ഈ അശുദ്ധാത്മാക്കൾ നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്നുണ്ട്. പകയുടെ, വിദ്വേഷത്തിൻ്റെ, അസൂയയുടെ, അഹങ്കാരത്തിൻ്റെ അശുദ്ധാത്മാക്കൾ. അതിനെ പുറത്താക്കാൻ നമ്മുടേതായ പരിശ്രമം കൊണ്ട് മാത്രം നമുക്ക് സാധ്യമല്ല. യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് നമുക്ക് അവിടുത്തോട് യാചിക്കാം. അവിടുന്ന് ആജ്ഞാപിച്ച് നമ്മളിലുള്ള ഈ അശുദ്ധാത്മാക്കൾ പുറത്താകട്ടെ. അങ്ങനെ ശുദ്ധിയുള്ളവരായി എപ്പോഴും ഈശോയുടെ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ, മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് അവരോടൊപ്പമായിരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളെല്ലാവരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.